ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ത്യയിൽ ഒരിക്കലും മാറില്ല മാറ്റില്ല എന്നൊക്കെ പറഞ്ഞു നിന്നിരുന്ന ഭരണകൂടത്തെ വിറപ്പിച്ച് വരുതിയിൽ കൊണ്ടുവന്ന ജൻസികൾ, ആ ജൻസികളുടെ ഉയർത്തുന്ന മുദ്രാവാക്യത്തിനനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ മാറണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണോ നീങ്ങുന്നത്? കിരൺ സർ, നമസ്കാരം. നമസ്കാരമുണ്ട്. ഇന്ത്യയിലെ യുവാക്കളെയും ജനതയെയും ഭയപ്പെടില്ല, അവരെ എതിർപ്പാണ് എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞോ? ഇന്ത്യയിലെ ജനസികൾക്ക് ഇവിടെ സമരം ചെയ്യാനോ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അതിനൊന്നും ഒരു ഗവൺമെന്റിനും തടുക്കാൻ പറ്റത്തില്ല. പിന്നെ കിടുക്കി വിറപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൽ വളരെയേറെ സങ്കടമുണ്ട് സർ. കാരണം രാജ്യത്തെ യുവാക്കളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന് വേണ്ട എല്ലാ നടപടികളും എടുത്തു. വിദ്യാഭ്യാസ മന്ത്രി മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു. അതൊരു തെറ്റ് സംഭവിച്ചു, വീഴ്ച വന്നു, വിദ്യാഭ്യാസ മന്ത്രിയും രാജിവെച്ചു. പിന്നെ നിങ്ങൾക്ക് ആവശ്യം എന്താ വെച്ചാൽ കിടുക്കി, മലവെള്ളം, ഭൂകമ്പം ഇതൊക്കെ പറഞ്ഞ് ഇന്ത്യൻ യുവത്വത്തിനെതിരൊന്നല്ല ഇന്ത്യ ഗവൺമെന്റ്. എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാലിട്ട് നടക്കുകയില്ല. ഇന്ത്യയിലെ യുവാക്കൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ തെരുവിലിറങ്ങും, പോരാടും. പക്ഷെ ഇത് ബംഗാളും നേപ്പാളും ശ്രീലങ്കയൊന്നും അല്ല സാർ. ഏത് ഇടതുപക്ഷ പാർട്ടിയല്ല ആര് അവരുടെ സപ്പോർട്ട് ചെയ്താലും അതിൽ നുഴഞ്ഞു കാരുന്ന ഭീകരവാദികളെയും തീവ്രവാദികളെയും നിലക്ക് നിർത്തും. അത് യാതൊരു സംശയവും ആയിരുന്നൊന്നും പിറകോട്ടൊന്നും പോയില്ല. രാജ്യത്ത് ഭരണം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അപ്പാടങ്ങ് മാറിപ്പോകുന്ന ഒരു ധാരണ ആർക്കും വേണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെയും തീവ്രവാദികളെയും ഈ ജൻസിയുടെ പേരിൽ കലാപത്തിന് തെരുവിലിറങ്ങിയാൽ ശക്തമായി നേരിടും. അത് കണ്ടിട്ട് ഇവിടുത്തെ ശ്രീ ബാലകൃഷ്ണൻ, എന്തായാലും ബാലകൃഷ്ണൻ തന്നെ നേരത്തെ ഈ ചർച്ചയിലെ അഭിപ്രായത്തിൽ പറഞ്ഞാണ് ഈ ജൻസികളൊന്നും അല്ല അവിടെ ഇറങ്ങുന്നത്, തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ഇറങ്ങുന്നതെന്ന് താങ്കളടക്കം പറഞ്ഞാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവിടെ ഇറങ്ങിയത് ജൻസികൾ രാജ്യദ്രോഹികളല്ല, അവർക്ക് മുൻ തലമുറയേക്കാൾ കൂടുതൽ രാജ്യത്തോട് പ്രതിബദ്ധ സ്നേഹവും ഉള്ളവരാണെന്ന് പറഞ്ഞത് RSSന്റെ തലവൻ മോഹൻ ഭാഗവതാണ്. എന്തായാലും BJPയെ സംബന്ധിച്ച്, ഒരു BJP പ്രവർത്തനം സംബന്ധിച്ച് മോഹൻ ഭാഗവത് പറയുന്നതിനേക്കാൾ വലുതായി വേറെ ആരെങ്കിലും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇനി താങ്കൾ ആ അഭിപ്രായം തിരുത്തിയതിന് ശേഷം പിന്നീട് സംസാരിക്കുക. തിരുത്തുന്നതെന്നല്ല സാർ, മോഹൻ ഭാഗവത് എവിടെയും പറഞ്ഞിട്ടില്ല ഇതിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടില്ല എന്ന്. ഈ മോഹൻ ഭാഗവത് പറഞ്ഞത് ഇന്ത്യൻ ജൻസിയുടെ പക്ഷത്ത് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം കൃത്യമായി തന്നെ പറഞ്ഞു, ജൻസികളുടെ പേരിൽ സമരം നടത്തിയത് തീവ്രവാദികളൊന്നുമല്ല, അവർക്ക് മുൻ തലമുറയേക്കാൾ കൂടുതൽ രാജ്യത്തോട് സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ട് എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെയാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനേക്കാൾ മുകളിൽ ഒരാൾ പറയാൻ തൽക്കാലം എന്തായാലും താങ്കൾ പിന്തുടർന്ന ആശയധാരയിലുള്ള ഒരാളില്ല അവിടെ. അതുകൊണ്ട് അത് ഇനി ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതോടുകൂടി അതൊരു അന്തിമ തീർപ്പായി. താങ്കൾ പറഞ്ഞ വാക്കുകളങ്ങ് താങ്കൾ പിൻവലിച്ചിട്ട് ഇത് കൊണ്ട് മാറ്റം, BJP അടക്കമുള്ള താങ്കൾക്ക് വിശ്വസിക്കുന്ന പാർട്ടി അടക്കം മാറ്റം വരുത്തണോ വേണ്ടയോ അത് പറയും. BJP മാറ്റം വരുത്തണ്ടോ എന്ന് വെച്ചാൽ BJPക്ക് ഇതിലൊരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചിരിക്കുന്നു. പിന്നെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും എല്ലാവരും ഒന്നിക്കട്ടെ എന്ന്. ഇവരെത്ര കാലമായി ഒന്നിക്കുന്നു? ഇനിയിപ്പോ 29 വരെ ഒന്നിക്കും, 29 കഴിഞ്ഞാൽ 34ലേക്ക് ഒന്നിക്കും. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതുകൊണ്ടൊന്നും ആരും പരിപിടിക്കണ്ട. ഇന്നലെ ഇപ്പം ബംഗാളിലെ ഒരു സംഭവം നടന്നപ്പോ അതിനൊരു പുതിയ നറേറ്റീവ് കൊടുത്തിരിക്കുക. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ കേട്ടു ഞാൻ. എന്താ പറഞ്ഞതെന്നറിയാം? അപ്പാട് ഭയന്ന് വിറച്ചിരിക്കുകയാണ് NDA സർക്കാർ, ജനങ്ങളിൽ നിന്നും മാറി. ഇവിടെ എന്താ സാർ, ഇവിടെ ഒരു രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരു നിയമം കൊണ്ടുവരും, ഒരു വിഭാഗത്തിന് മാത്രം ചോദിച്ചില്ലേ? ശ്രീ ബാലകൃഷ്ണൻ, ഈ ചൊറിച്ചില് ബാലകൃഷ്ണനാണ് ഇപ്പൊ ഉള്ളത്. കാരണം നമ്മുടെ വിഷയം ബാലകൃഷ്ണൻ, നമ്മുടെ വിഷയം എന്താ? ഞാനിവിടെ വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് പറഞ്ഞു. നമ്മുടെ വിഷയം ജൻസികൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന് ജൻസികളുടെ സ്റ്റൈലിലേക്ക് ഇന്ത്യയിലെ മുഖ്യധാര പാർട്ടികൾ, അതിന് BJPയോ കോൺഗ്രസോ CPM ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയും മാറണോ, അങ്ങനെ മാറാനുള്ള ചർച്ചകൾ ഈ താങ്കൾക്ക് വേണ്ടെന്ന് പറയാം, താങ്കൾക്ക് വേണ്ടെന്ന് പറയാം. BJP ജൻസിയുടെ പക്ഷത്ത് തന്നെയാ. അതിൽ നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളും ഭീകരവാദികളെ നിലക്ക് നിർത്തൂ. അതിനെന്താ ഭയപ്പാട്? അവിടെ ഒരു തീവ്രവാദി ഭീകരവാദി നുഴഞ്ഞു കയറിയിട്ടില്ല ബാലകൃഷ്ണൻ. ഇന്ത്യയിലെ ചെറുപ്പക്കാർ സമരത്തിന് ഇറങ്ങുമ്പോൾ അവരെ തീവ്രവാദി ഭീകരവാദി എന്നൊന്നും വിളിക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, പറയേണ്ടവർ പറഞ്ഞു. മനസ്സിലാവാത്തത് എന്റെ കുറ്റമല്ല, എനിക്ക് മനസ്സിലാകത്തല്ല. ഇന്ത്യൻ ജൻസിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനാവില്ല. അത് NDA ആര് ഭരിച്ചാലും ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ജൻസിക്കൊപ്പം തന്നെയാണ്. പക്ഷെ അതിൽ ജിഹാദ് ഉണ്ടാക്കാൻ വരുന്നവരെ വിടൂല. അതാണ് ശ്രീ ബാലകൃഷ്ണൻ ജിഹാദ് ഉണ്ടാക്കാൻ വന്നത്. അത് കാത്തിരുന്ന് കാണാൻ, എന്ത് കാത്തിരുന്ന് കാണാൻ? ചെറുപ്പക്കാർ പിള്ളേർ സമരം ചെയ്യുമ്പോൾ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ പറഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിച്ചോ പിള്ളേരെ?
അവരൊന്നും പേടിക്കില്ല ബാലകൃഷ്ണൻ. താങ്കളുടെ തലമുറയുടെ ഒക്കെ ഈ ചിന്തയൊക്കെ കഴിഞ്ഞു. ആ പിള്ളേരൊക്കെ എടുത്ത് ദൂരെ കളയും. പിള്ളേർക്ക് ചെയ്യേണ്ട കാര്യം പിള്ളേർക്ക് ചെയ്തിട്ടുണ്ട് സാർ. പിള്ളേർക്ക് ചെയ്തിട്ടുണ്ട്, പിള്ളേർക്ക് അറിയാം മതി. അല്ലാതെ ഇടയ്ക്ക് ജിഹാദ് രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ആരാണോ പ്രവർത്തിക്കുന്നത് അത് നമുക്ക് വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം. ഇതിനൊന്നും ഭയപ്പെട്ടിട്ട് ഭൂമി ഇന്ത്യയിലെ ചെറുപ്പക്കാരാണ്, ഇന്ത്യയിലെ കർഷകരാണ്, ഇന്ത്യയിലെ തൊഴിലാളികളാണ്, ഇന്ത്യയിലെ സാധാരണക്കാരാണ്. അവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ സമരത്തിനെ അംഗീകരിച്ചത്. സാർ ഒരു കാര്യം മനസ്സിലാക്കാൻ 100 കൊല്ലം പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന് അധികാരമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ അധികാരം ഞങ്ങൾക്കൊരു പ്രശ്നമൊന്നുമല്ല. രാജ്യത്തിന് താല്പര്യത്തിനെതിരായി ആര് പ്രവർത്തിച്ചാലും കാര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരുത്തി അതിന് വേണ്ട നിയമം നിർമ്മാണം ചെയ്തു. ഇതിന്റെ പേരിൽ പ്രക്ഷോഭം ഉണ്ടാക്കി ഭൂമികൾക്ക് ഉണ്ടാക്കിത്തരാന്ന് ചില ജിഹാദികൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പില്ല. അത് തന്നെ അവസാന വാക്ക്. ശരി, ശ്രീ ബാലകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് ജിഹാദ് കേൾക്കുമ്പോൾ ബാലകൃഷ്ണൻ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ചൊറിച്ചിലുണ്ടാവുന്ന എന്റെ കുറ്റമല്ല. ഇനി ഇന്ത്യ എല്ലാവരുടെയും രാജ്യമാണ് ശ്രീ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ പ്രത്യേകിച്ച് അധികാരം കൂടുതലൊന്നും. എല്ലാ ദിവസവും കച്ചവടപ്പാടുണ്ടാക്കാനാ. ശരി, ഓക്കെ. കച്ചട ഉണ്ടാക്കണമെങ്കിൽ കച്ചട ഉണ്ടാക്കി തന്നെയാണ് രാജ്യത്തിന്റെ ജനാധിപത്യം പുലരുന്നത്. മിണ്ടാതിരിക്കുന്നതല്ല, മിണ്ടിയും ബഹളം വെച്ചും സമരം ചെയ്തും ഒക്കെ തന്നെയാണ് എല്ലാ രാജ്യത്തും ജനാധിപത്യം പുലരുന്നത്. സമരം ന്യായമായതുകൊണ്ട് അംഗീകരിച്ചു, അതിന് വേണ്ടതൊക്കെ ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ഞാൻ താങ്കളോട് ഇപ്പൊ പറഞ്ഞപ്പോ താങ്കളെ എതിർത്തല്ലോ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അത് ഒരു വിഭാഗത്തിനല്ലാതെ ഉണ്ടായത് ആണോ രാജ്യത്ത്? ബംഗാളിൽ ഉണ്ടായത് അല്ല. ബംഗാളിലെ ഒരു വിഭാഗം ഒന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ്. ഈ വിഷയത്തിൽ പറയണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഭീകരവാദികൾ തീവ്രവാദികൾ ആരുമില്ല ഈ രാജ്യത്ത്. തീവ്രവാദികൾ എല്ലാ മതത്തിലും ഉണ്ട്. ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യാനിയിലും എല്ലാം തീവ്രവാദികളുണ്ട്. അതിന് യാതൊരു സംശയമില്ല. ഇന്ന മതത്തിൽ ആരായാലും ആ തീവ്രവാദത്തിൽ പ്രവർത്തിക്കുന്ന ആരായാലും അവരെ കൾച്ചറിൽ അടച്ചിരിക്കും. ഓക്കെ, അത് മുൻകാലങ്ങളിൽ കണ്ടുവരുത്തല്ലേ. ശരി, ഓക്കെ. ശരി ബാലകൃഷ്ണൻ, നടക്കട്ടെ. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടികൾ അവർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ നിൽക്കുന്നവർ ഒരു വലിയ ഒരു ഉടച്ചുവാർക്കലിന് തയ്യാറാകുമോ ഈ പാർട്ടികൾ? ന്യായമായ ആവശ്യത്തിന് സപ്പോർട്ടീവായിട്ട് നിന്നതാ. അതില് മഞ്ഞക്കണ്ണട വെച്ചിട്ട് മഞ്ഞയായി തോന്നുന്ന ചില ആള് രാഷ്ട്രീയം വെച്ചിട്ട് ഇങ്ങനെ ഫൈറ്റ് എന്തിന്റെ എനർജി പോകണ സാറ് പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ആർക്കും തിരിയുന്നില്ല. നാളത്തെ പൗരന്മാരാണ് കുട്ടികൾ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 20 ആള് സൂയിസൈഡ് ചെയ്തിട്ടില്ല. എത്തി അത് കുട്ടി മാനസികമായി തകർന്നിട്ടില്ല. ആ വിദ്യാഭ്യാസ മേഖലയുടെ തകരാറല്ലേ, അത് ക്ലിയർ ആക്കല്ലേ വേണ്ടി. ഇവർ വിചാരിച്ച് എല്ലാം നമ്മളാണ് യൂണിറ്റി സെൻസ് എന്ന് പറഞ്ഞ പോലെ കുട്ടികളോടെ മലയോടെ കല്ലെറിയിൽ നിന്ന് കുട്ടികൾ. അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയിൽ ജഡ്ജിന്റെ ഒരു അങ്ങനെ ഒരു തെറ്റ്, ഓണറബിൾ ജഡ്ജിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു. അതാണ് കുട്ടികൾ ആ തുടക്കം അതായത് ദൈവത്തിന്റെ കോടതിയെ, പിന്നെ ജനകീയ കോടതിയെ, പിന്നെ സാധാരണ കോടതി. അതായത് കോടതിയിലെ ജഡ്ജിമാർ നിഷ്പക്ഷത പാലിക്കണോ. ഈ മരണം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ജഡ്ജിന്റെ പദവി കഴിഞ്ഞ് റിട്ടയർമെന്റ് ആയാൽ രാജ്യസഭയിൽ സീറ്റ് കൊടുക്കുക, അതൊന്നും പാടില്ല. അത് ജനങ്ങളന്നേരം അവരെ പ്രീവിയസ് വിധി കണക്കിലെടുക്കുമോ. ഇത് ഏതെല്ലോ തരത്തിലുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും. അത് ഹോണസ്റ്റി ആയിരിക്കണം. അത് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് ബേസ്. സാറ് പറഞ്ഞിട്ട് തിരിയുന്നില്ല. സാറ് നല്ല ഇന്റലിജന്റും നോളേജിലും നല്ല വെരി ഗുഡ് ആയിട്ട് സൂപ്പർ ഫൈൻ ആയിട്ട് പറയാം. ലോകം മുഴുവൻ ആളെല്ലാം സാറിന്റെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് ജാതിയും മതവും രാഷ്ട്രീയമല്ല ഇതിൽ പ്രധാനം. എത്രയാക്കും ചെറിയാക്കും മഞ്ഞക്കണ്ണട വെച്ച മഞ്ഞക്കായിട്ട് തോന്നുന്നു. രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ട് വെറുതെ ഫൈറ്റ് ചെയ്തിട്ട് എനർജി പോവുക. അവർക്ക് ഗുണമുണ്ടാവും. അവർക്ക് സാമ്പത്തികമായി ജനങ്ങളെ നികുതി പണത്തിന്റെ പൈസയെല്ലാം ഇതായിട്ട്. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരൻ. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവർ എത്രയോ കാലമായി പ്രവർത്തിക്കുന്ന അവരുടേതായ രീതികളിലൊക്കെ നിൽക്കുകയാണ്. പക്ഷെ അവർ ചിന്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന പോലെയൊന്നും അല്ല പുതിയ തലമുറ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത്. പുതിയ തലമുറ അത് കാണിച്ചു കൊടുത്തു. ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും കഴിയാത്തത് അവർ എങ്ങനെ സാധ്യമാക്കാമെന്ന് അവർ കാണിച്ചു കൊടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.